വീട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാണ്. ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒന്നിച്ച് ജീവിക്കാനാകില്ലെങ്കിൽ ഒന്നിച്ച് മരിക്കാം. ചില കമിതാക്കൾ ഇങ്ങനെ കടുകൈ ചെയ്യാറുണ്ട്. കോഴിക്കോട് എലത്തൂരിലെ യുവതിയെ ആൺസുഹൃത്ത് വൈശാഖൻ പറഞ്ഞ് കബളിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഈ മാസം 23 ഉച്ചയ്ക്കാണ് അയാൾ കാമുകിയെ എലത്തൂരിലുള്ള വർക്ക്ഷോപ്പിലെത്തിച്ചത്. പിന്നീട് ഇരുവരും 2 സ്റ്റൂളുകളിൽ കയറി നിന്ന് കഴുത്തിൽ കുരുക്കിട്ടപ്പോൾ വൈശാഖൻ പെട്ടെന്ന് താഴെ ഇറങ്ങി യുവതി നിന്ന് സ്റ്റൂൾ തട്ടിത്തെറിപ്പിക്കുന്നു. യുവതി തൂങ്ങി നിൽക്കുന്ന സമയത്തും തുടർന്ന് കെട്ടഴിച്ച് നിലത്ത് കിടത്തിയും ഇയാൾ ബലാത്സംഗം ചെയ്തു. മരണം ഉറപ്പാക്കിയ ശേഷം ബന്ധുവായ യുവതിയെ വർക്ക്ഷോപ്പിൽ ആത്മഹത്യ നിലയിൽ കണ്ടുവെന്ന് പറഞ്ഞ് ഭാര്യയെ ഫോൺ വിളിച്ചു വരുത്തിയ ശേഷമാണ് മൃതദേഹം കാറിൽ ആശുപത്രിയിൽ എത്തിച്ചത്. ആത്മഹത്യയെന്ന് കരുതിയ കേസിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങളാണ്. ജനുവരി 24-നാണ് യുവതിയെ വൈശാഖന്റെ സ്ഥാപനത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. എന്നാൽ അന്വേഷണത്തിൽ ആസൂത്രിത കൊലപാതകമാണെന്ന് കണ്ടെത്തി. വിവാഹിതനായ വൈശാഖൻ യുവതിയുമായുള്ള അവിഹിത ബന്ധം പുറത്തറിയുമെന്ന ഭീതിയിലാണ് കൊലപാതകം നടത്തിയത്. ഒന്നിച്ച് ജീവിക്കാനായില്ലെങ്കിൽ ഒന്നിച്ച് തൂങ്ങിമരിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വൈശാഖന്റെ മാളിക്കടവ് അരീക്കരയിലുള്ള സ്ഥാപനത്തിലെത്തിയ ശേഷം യുവതിക്ക് ഉറക്ക ഗുളിക കലർത്തിയ ജ്യൂസ് നൽകി. അർദ്ധമയക്കത്തിലായ യുവതിയോട് കുരുക്ക് കഴുത്തിലിടാൻ പറഞ്ഞു. തുടർന്ന് തന്ത്രപരമായി മുറുക്കുകയും സ്റ്റൂൾ തട്ടിമാറ്റുകയും ചെയ്തു. യുവതി ജീവന് വേണ്ടി പിടയുന്ന സമയത്തും കുരുക്കഴിച്ച് നിലത്ത് കിടത്തിയ ശേഷവും യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ചതായി പ്രതി മൊഴി നൽകിയതായും പോലീസ് വ്യക്തമാക്കി. സംഭവശേഷം വൈശാഖൻ ഭാര്യയെ വിളിച്ച യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് അബോധാവസ്ഥയിലാണെന്ന് അറിയിച്ചു. ഇവരെത്തി ഇരുവരും ചേർന്നാണ് കാറിൽ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചതും മരണം സ്ഥിരീകരിച്ചതും. യുവതി ജീവനൊടുക്കിയ സംഭവം ബന്ധുക്കളെയും പോലീസിനെയും അറിയിക്കുന്നതും വൈശാഖൻ തന്നെയാണ്. പോസ്റ്റ്മോർട്ടത്തിൽ മൃതദേഹത്തിൽ കണ്ട മർദ്ദനത്തിന്റെ പാടുകളും മുറിവുകളും സംശയമുണ്ടാക്കി. വൈശാഖന്റെ മൊഴികളിലും വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ സ്ഥാപനത്തിലെ CCTV പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെയാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ബന്ധുവായ യുവതിയെ 16 വയസ്സ് മുതൽ ശാരീരികമായി ചൂഷണം ചെയ്യുന്നുണ്ടെന്നും പ്രതി മൊഴി നൽകി. പ്രതിയുടെ സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളാണ് പ്രധാന തെളിവായത്. CCTV ഹാർഡ് ഡിസ്ക് കൈക്കലാക്കാൻ വൈശാഖൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് സ്ഥാപനം സീൽ ചെയ്തതും ഹാർഡ് ഡിസ്ക് കസ്റ്റഡിയിലെടുത്തതും അന്വേഷണത്തിൽ നിർണായകമായി. വൈശാഖനുമായി ചില പ്രശ്നങ്ങളുണ്ടെന്നും ചില ദൃശ്യങ്ങൾ ഉൾപ്പെടെ തന്റെ കയ്യിൽ ഉള്ളതിനാൽ അപകടപ്പെടുത്താൻ ശ്രമിക്കുമെന്നുമുള്ള സൂചന യുവതിയുടെ ഡയറിയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എലത്തൂർ CI രഞ്ജിത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പോക്സോ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. വർഷങ്ങളായി ബന്ധം തുടർന്നുവന്ന വൈശാഖനോട് യുവതി വിവാഹാഭ്യർത്ഥന നടത്തിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. വിവാഹിതനായ പ്രതിക്ക് യുവതിയുടെ ഈ ആവശ്യം അംഗീകരിക്കാനായില്ല. ബന്ധം ഭാര്യ അറിയുമെന്ന ഭയത്തിലാണ് കൊലപാതകം നടത്തിയതെന്നും പ്രതി മൊഴി നൽകി. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.